സാറ്റലൈറ്റ് വഴി മനുഷ്യൻ ഇളകും. ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ടെക്നോളജി 4 രാജ്യങ്ങൾക്കേ കഴിയൂ. 1 ഇന്ത്യ, 2 അമേരിക്ക, 3 റഷ്യ, 4 ചൈന. പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മനുഷ്യന്റെ കൈമേലും തലമേലും ചിപ്പ് വരാറാ. സഞ്ചാർ സാത്തി ആപ്പിലേക്ക് ലോകം 2009 ആധാർ വന്നു. 2013 നമ്മുടെ മുഴുവൻ ATM കാർഡിലും മൈക്രോ ചിപ്പ് വന്നു. 2015 ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ് വന്നു. അപ്പോൾ പലരും പറയും, ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ് ഉണ്ടോ? നിങ്ങളുടെ തൊട്ടടുത്ത് ഈ അമ്പലത്തിലൊക്കെ ആന ഉത്സവത്തിന് വരുമ്പോൾ മാറനല്ലൂർ പോലീസിലെ SHO അവിടുത്തെ മൃഗ ഡോക്ടറെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ആനയെ അമ്പലത്തിൽ തിടമ്പെടുക്കാൻ പറ്റത്തില്ല. ആനയുടെ വാലിൽ ഒരു മൈക്രോ ചിപ്പ് വെച്ചാൽ ഒരു ലാപ്ടോപ്പിൻ്റെ സ്കാനർ കൊണ്ട് നോക്കിയാൽ ആനയുടെ BP അറിയാൻ പറ്റും, ബ്ലഡിൻ്റെ വേരിയേഷൻ അറിയാൻ പറ്റും. ബ്ലഡിൻ്റെ വേരിയേഷൻ കൂടുതലുണ്ടെങ്കിൽ ആന എഴുന്നള്ളിക്കത്തില്ല, കൊണ്ടുപോയി എവിടെയെങ്കിലും പട്ടയം കാണും വെട്ടിയിട്ട് കൊടുക്കാൻ പറയും. ആനയുടെ വാലിൽ മൈക്രോ ചിപ്പ് ഉണ്ടോ? ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം, കേട്ടാട്ടെ. നമ്മുടെ ഇടുക്കിയെ ബറപ്പിച്ച അരിക്കൊമ്പനാ. ഇപ്പോൾ അവ എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? കോതയാർ. പൊന്മുടിക്കപ്പുറം മങ്കയം കഴിഞ്ഞ് നേരെ അപ്പുറം പോകുന്ന പൊൻകുടി കഴിഞ്ഞാൽ കോതയാർ തിരുനെൽവേലിയുടെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം മനോരമയിലൊരു ഫോട്ടോ ഉണ്ട്, കോതയാറിൽ ആന വെള്ളം കുടിക്കുന്നു. ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, ഭാഷ ഈ മനോരമയുടെ ക്യാമറാമാൻ എങ്ങനെ കോതയാറിൽ പോയി പടമെടുത്തെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, അവൻ ക്യാമറയായിട്ട് കോതയാറിലെങ്ങാണ്ട് അരിക്കൊമ്പനെ കാണാൻ പോയ ക്യാമറയും കാണത്തില്ല, അവനെയും കിട്ടിയല്ല സ്വോത്രം. ഇത് വാലിലെ ചിപ്പ് മൈക്രോസോഫ്റ്റ് വഴി സാറ്റലൈറ്റ് വഴി എടുക്കുന്ന പോട്ട്. ഇവിടാണ് ബൈബിൾ സയൻസ്. ഒരാനയുടെ തൂക്കം എത്ര? 4000 കിലോ. ആനയെ മേയ്ക്കുന്നതാര? പാലിയോടെ പാപ്പച്ചൻ. എത്ര കിലോ? 50 കിലോ. ചുള്ളിവാടി, കയ്യിലൊരു മദ്യക്കുപ്പി. കരമുയരുന്നില്ലല്ലോ. ലെഫ്റ്റ് റൈറ്റ് മനസ്സിലാക്കുന്നവർക്കായി എത്ര ക്ലിയറായി. നെയ്യാറ്റിങ്കര കാട്ടാക്കട, നെയ്യാറ്റിങ്കര പാറശാല. രാത്രി ഒരു ടോർച്ച്, ഒരു മദ്യക്കുറുപ്പി, ലെഫ്റ്റ് റൈറ്റ്. 4000 കിലോ തൂക്കമുള്ള ആനയെ 55 കിലോ ഉള്ള പാലിയോട് പാപ്പച്ചൻ ലെഫ്റ്റ് റൈറ്റ് കൊണ്ടു കൊടുക്കുന്നു. അപ്പം മനുഷ്യൻ എങ്ങനെ ഉണ്ടായത്? കുരങ്ങനാണോ ചിമ്പാൻസിയാണോ? അല്ല. ബൈബിൾ അതിശയവും കരമുയർത്തുന്നവർക്ക് ഭയങ്കരവുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അടക്കി വാഴുക. അത് കഴിഞ്ഞ് ഇന്ത്യയിലെ ക്രിക്കറ്റ് കളിക്കാരൻ, ബാക്കി കൂടെ കേട്ടാട്ടെ, മൈക്രോ ചിപ്പിലേക്ക് പോവാ. ഇന്ത്യയിലെ ക്രിക്കറ്റ് കളിക്കാരനായ ഇപ്പോഴത്തെ വിരാട് കോഹ്ലി, അവൻ്റെ പാസ്പോർട്ടിനകത്ത് RFID മനസ്സിലാകുന്നവർക്കായി ദാണ്ട് RFID ചിപ്പ് പാസ്പോർട്ടിനകത്ത്. ഇന്ത്യയിലെ വിരാട് കോഹ്ലിക്ക് നല്ല സുന്ദരമായ കാല്. അതിൻ്റെ അർത്ഥം അവൻ്റെ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ അവൻ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകാൻ ഗേറ്റ് തുറന്നു കൊടുക്കുക. എപ്പോഴും ഇത് കാണിക്കണ്ട. അന്ത്യകാലം. അതിൻ്റെ പ്രത്യേകത തിരുവനന്തപുരം എയർപോർട്ട്. പഴയ കാലത്ത് നിന്ന് ബോർഡിംഗ് പാസ് എടുക്കണം, കാര്യം എടുക്കണം, അതൊന്നും വേണ്ട ജ്യോതിമോള്. വീട്ടിനകത്തുനിന്ന് ബോർഡിംഗ് പാസ് എടുക്കാം. വെറും ബാർകോഡ് കൂടെ മതി. ബാർകോഡ്. തിരുവനന്തപുരം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ CIS അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ദാണ്ട് ഈ ബാർകോഡ് ഒറ്റ കാണിച്ചാൽ മതി. ദാണ്ട് എല്ലായിടത്തും വരുന്ന അന്ത്യകാലത്തിൻ്റെ ലക്ഷണം. അതാണ്ട് ബാർകോഡ് 666 ബാർകോഡ്. ഇത് കാണിക്കുമ്പോൾ ഡോർ അങ്ങ് തുറക്കും. തിരുവനന്തപുരം എയർപോർട്ടിൽ CIS പറയും, ഇതൊന്ന് കാണിച്ചേക്കാം, ഓട്ടോമാറ്റിക് ഡോർ തുറക്കും. എവിടം വരെ പാന്നറിയോ? അവസാന പോയിന്റ് വരെ. അവിടെ ചെന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഇത് വെച്ച് മെറ്റൽ ഡിറ്റക്ടർ ചെക്ക് ചെയ്യുന്നവരെ പിന്നെ ഒരു ചെക്കിങ്ങും ഇല്ല. മനസ്സിലാകുന്നവർക്കായി അവിടം വരായി QR കോഡ്. അത് കഴിഞ്ഞിട്ട് ഗൾഫ് രാജ്യം ചെന്നാൽ പണ്ടത്തെ കാലത്ത് പാസ്പോർട്ട് കാത്തിക്കണം, അറബിയുടെ പോയി കൊടുക്കണം. ഇപ്പം അതൊന്നും വേണ്ട. അവിടെ വേണമെങ്കിൽ കാണിക്കാം. എന്നിട്ട് എന്താ ചെയ്യുന്ന? പരിശോധന ഉണ്ടായിരുന്നു. അതൊന്നുമല്ല. ഇപ്പം പാസ്പോർട്ട് പോലും കാണിക്കണ്ട. അവർക്കറിയാം. അവരിറങ്ങുമ്പോൾ ആൾക്കാർ നോക്ക്. എന്നിട്ട് പറയും, കണ്ണൊന്ന് കാണിച്ചേക്കാം. കണ്ണ് ഇങ്ങനെ കണ്ണടയ്ക്കാനും തുറക്കാനും. കൈമേലും നെറ്റിമേലും അന്ത്യകാലം. ഇതൊരു അന്ത്യകാല സംഭവം. അങ്ങനെയെങ്കിൽ 5ാമത്തെ കാര്യം കഴിഞ്ഞു. RFID. ദാണ്ട് വണ്ടിക്കകത്ത് RFID, റേഡിയോ ഫ്രീക്വൻസി ഇൻഫർമേഷൻ ഡേറ്റ. ഇത് വെറും വിഴിഞ്ഞം കോവളം ടോളല്ല. വണ്ടിക്കകത്തിരിക്കുന്ന പണം വരെ കിട്ടും. മനസ്സിലാകുന്നവർക്കായി. MRI സ്കാനിനേക്കാളും വലുത്. സന്തോഷമില്ലല്ലോ. കേരള ഗവൺമെൻറ് രക്ഷപ്പെട്ടു. മുഖ്യമന്ത്രി വളരെ ഭാഗ്യവാനല്ലായിരുന്നു. കൊടകര കുഴൽപ്പണം കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അത് വണ്ടിയിൽ RFID ക്രൈംബ്രാഞ്ച് നോക്കിയിട്ട് പിടിച്ചത്. അതുകൊണ്ട് പലരും ഒതുങ്ങിപ്പോയി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, കൊടകരയിലെ പെട്ടി തുറക്കണോ അടയ്ക്കണോ? മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ടാണ് പലരും മിണ്ടാതിരിക്കുന്നത്. ഇത് RFID. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഏറ്റവും നിർണായക QR കോഡ്. പണം വേണ്ട. QR കോഡ് സ്കാൻ ചെയ്താൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ടാവുമെങ്കിൽ മനുഷ്യൻ്റെ കൈമേലും നെറ്റിമേലും വരാൻ പോകുന്നു. ഇതാ സാറ്റലൈറ്റ് വഴി മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിനെ നോട്ട് ചെയ്യും. ലൊക്കേഷൻ GPS വേണ്ട. ഇപ്പോൾ പ്രസംഗിക്കുന്ന സയൻസ് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കേൾക്കണം. 2016 കേട്ടോ, അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന്. അവൻ്റെ പേരാ എലോൺ മസ്ക്. എലോൺ മസ്കിൻ്റെ പ്രത്യേകത, അവനൊരു കമ്പനി തുടങ്ങി. ആ കമ്പനിയുടെ പേരാ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ. അവൻ്റെ ലോകമാസകല സാറ്റലൈറ്റ് കിടപ്പുണ്ട്. അതിൻ്റെ പേരാ സ്റ്റാർലിങ്ക്. ഇനി വരാൻ പോകുന്ന ആറ്റം യുദ്ധമല്ല, എല്ലാ
എല്ലാ ചെറുപ്പക്കാരും പെൺപിള്ളാരും ഇവിടെ കേൾക്കണം. സാറ്റലൈറ്റ് വഴി മനുഷ്യൻ ഇളകും. മനസ്സിലാകുന്നവർക്കായി എലോൺ മസ്കിന്റെ സാറ്റലൈറ്റിനെ പ്രതിരോധിക്കാൻ 4 രാജ്യങ്ങൾക്കേ കഴിയൂ. 1 ഇന്ത്യ, 2 അമേരിക്ക, 3 റഷ്യ, 4 ചൈന. ബാക്കി എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ്. കഴിഞ്ഞ ദിവസം അമേരിക്കക്കാരൻ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ അവിടെ പോയിട്ടില്ല, എനിക്കൊരു നോട്ട്സ് അയച്ചെന്ന് ഞാൻ ഞെട്ടിപ്പോയി. എന്നോട് പറഞ്ഞ പാസ്റ്ററെ, ബംഗ്ലാദേശുകാർ ഗവൺമെന്റിന്റെ സാറ്റലൈറ്റ് കട്ട് ചെയ്തു, പക്ഷേ കലാപത്തിന് വേണ്ടി ആര് സാറ്റലൈറ്റ് ഉയർത്തിക്കൊടുത്തു? നമ്മുടെ ഇവനെ ഉയർത്തിക്കൊടുത്തു. ആരാ? എലോൺ മസ്കിന്റെ സാറ്റലൈറ്റ് ഫ്രീ ഇന്റർനെറ്റ്. നേപ്പാൾ കട്ട് ചെയ്തു, ഇന്റർനെറ്റ് ഓണായി എലോൺ മസ്കിന്റെ. ബാക്കിയൂടെ കേട്ടാട്ടെ. പഞ്ചാബിലും കാശ്മീരും കലാപം വരുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ആള് പുറത്തിടരുത്, ഇന്റർനെറ്റ് സേവനം നിർത്തിവെച്ചു. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഇനി ജനത്തെ ഇളക്കാൻ ഒരു മുദ്രാവാക്യം വേണ്ട. ലോക രാജ്യങ്ങളെ വിഴുങ്ങുവാൻ എലോൺ മസ്കിന്റെ ഇന്റർനെറ്റ് റെഡിയായി. അതിന്റെ പേരാ ന്യൂറോലിങ്ക് ഇന്റർനാഷണൽ സാറ്റലൈറ്റ്. എലോൺ മസ്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യന്റെ കയ്യിൽ ഒരു ചിപ്പ് കൊടുത്താൽ നമുക്ക് മനുഷ്യനെ നിയന്ത്രിക്കാം. തലച്ചോറിലെ ചലനങ്ങൾ, കമ്പനങ്ങൾ രേഖപ്പെടുത്താം. അതിന്റെ പേരാ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഒന്നുകൂടെ പറഞ്ഞാൽ +2 കുഞ്ഞുങ്ങൾ ഫ്യൂച്ചർ ഫന്റാസിയ. അത് കഴിഞ്ഞ് 3ാമത്തെ സയൻസ് വിളിക്കുന്നു എർവിൻ, എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ്. അഥവാ റോബോട്ട് വഴി, സാറ്റലൈറ്റ് വഴി മനുഷ്യനെ മുഴുവൻ ഇന്റർനെറ്റിന്റെ പരിധിയിൽ കൊണ്ടുവരാം. അതിന്റെ പേരാ അന്ത്യകാലം. എലോൺ മസ്ക് ബൈബിളിനകത്തുണ്ടോ? അതാ എന്റെ പ്രസംഗം. 7 കാര്യം പറയുമ്പോൾ നിർത്തും, ബാക്കി മറ്റൊരിക്കൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 13 10-ാം അധ്യായം. സകല മനുഷ്യരും സഞ്ചാർ സാത്തി സാറ്റലൈറ്റ് മനുഷ്യനെ മോണിറ്റർ ചെയ്യാൻ പോകുന്നു. വെളിപ്പാട് 13:10 മോള് വായിച്ച് സഹായിക്കാം. വായിക്കാം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അടുത്തത് മൈക്ക് കൊടുക്കുമോനെ. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. ഇവിടെ കൺവെൻഷൻ വായിച്ചിട്ട് മക്കളെ, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് അന്ത്യം വരെ കാത്തിരിക്കുന്നവനെ ചേർക്കാം. ഇത് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ. എല്ലാവരും കേട്ടാട്ടെ. പിന്നെ വീട്ടിൽ പോയി കാണണം. താണ്ട പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, തലച്ചോറുകളെ ബന്ധിപ്പിക്കാൻ ഇന്റർനെറ്റ്. മനുഷ്യന്റെ തലച്ചോറ് കമ്പ്യൂട്ടർ വഴി ഊറ്റിയെടുക്കുമെന്ന്. അതിന്റെ തുടക്കം ആ സഞ്ചാർ സാത്തി. ഇവിടെ മൊബൈൽ കട്ടായാലും നിങ്ങളുടെ ലൊക്കേഷൻ തരുമെന്ന്. സാറ്റലൈറ്റ് കേബിൾ വേണ്ട, മുഴുവൻ സാറ്റലൈറ്റ് വഴി മനുഷ്യനെ നിരീക്ഷിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു മനുഷ്യന്റെ തലച്ചോറ് എത്ര? 3 ഘടകം: സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലാങ്കേറ്റ. അതിനകത്ത് ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. ഇന്ന് രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ തലയിൽ 1 മിനിറ്റിൽ 40 ചിന്ത, 1 മണിക്കൂറിൽ 2400 ചിന്ത എൻ്റെ തലയിൽ കൂടെ കയറുന്നത്. ഇപ്പം നിൽക്കുന്ന ഞാൻ, എൻ്റെ ചിന്ത വേണേൽ ചൈനയെ കൊണ്ടുപോകാം, ഷീ ജിൻപിങ് വരെ അടുത്ത് വരെ കൊണ്ടുപോകാം. അത്ര ചിന്തിക്കാം. ആ കുഞ്ഞിനെ നോക്കിയാൽ റിസൾട്ട് നോക്കുമ്പോൾ അമ്മണിച്ചേച്ചി പറയുന്ന തലേ കളിമണ്ണാന്ന്. സന്തോഷമില്ലല്ലോ, അവൻ്റെ തലേ കളിമണ്ണൊന്നുമല്ല, പഠിക്കാത്തതുണ്ട്. മനസ്സിലാകുന്നവർക്കായി ബുദ്ധിശക്തി, ഓർമ്മശക്തി, സംസാരശക്തി. അതിനെ ഇന്റർനെറ്റ് കൊണ്ട് മോണിറ്റർ ചെയ്യാം. അതിൻ്റെ പേരാ എയർവേ. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ കയറി ചെറുപ്പക്കാരൻ മൈക്രോ ചിപ്പ് കൊടുത്താൽ 7 കാര്യം ചെയ്യാമെന്ന് പറയുന്നു. ഇതാ എൻ്റെ പ്രസംഗം. ഇന്ന് രാത്രി സഞ്ചാർ സാധ്യ വരുന്നതിന് ഇത് തുടക്കം. നമ്പർ 1, മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുത്താൽ, എല്ലാവരും കേൾക്കണം, പക്ഷാഘാത രോഗികൾ, സൈഡ് തടന്ന സ്ട്രോക്ക് രോഗികൾ, കിടക്കുന്നവരുടെ കയ്യിൽ മൈക്രോ ചിപ്പ് വെച്ചാൽ, നിങ്ങൾ ലാപ്ടോപ്പ് സ്കാൻ ചെയ്താൽ ഈ തലച്ചോറ് മൈക്രോ ചിപ്പിൽ കൂടെ മെസ്സേജ് കൊടുക്കുക. എന്ത് മരുന്ന് ഈ ചെറുപ്പക്കാരന് കൊടുക്കാം? ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ ടെക്നോളജി ഇതാ കിടക്കുന്നു. ഡോക്ടറുടെ സ്റ്റെതസ്കോപ്പ് വേണ്ട, മൈക്രോ ചിപ്പ് വെച്ചവൻ ഡോക്ടറെ അടുത്തിരിക്കുമ്പോൾ ലാപ്ടോപ്പിൻ്റെ സ്കാനർ നിങ്ങളുടെ വിലയടിക്കുന്ന ബാർകോഡ് പോലെ. ദാണ്ട് ഈ എൻ്റെ കയ്യിൽ എല്ലാവരും നോക്കണം, ദാണ്ടൊരു പേനയുണ്ട്, എനിക്ക് ഇതിൻ്റെ വില അറിയത്തില്ല. ഞാനിവിടെ വന്ന് സുൽപാസുമായിട്ട് തെയ്യാറ്റിങ്കര ശബരിയിൽ പോയി പേന കണ്ടു, എടുത്തപ്പോൾ കീ കൂക്കു 25 രൂപ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതേ സെയിം ടെക്നോളജി മനുഷ്യൻ്റെ കയ്യിൽ മൈക്രോ ചിപ്പ് കൊടുത്താൽ അവൻ്റെ രോഗത്തിന് മരുന്ന് കൊടുക്കാൻ പറ്റും. എലോൺ മസ്ക് ലോകം കാണുന്ന ഏറ്റവും വലിയ സംഭവം ഇതാ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ലോകം ടെലിപ്പതിയിലേക്ക്. ദാണ്ടെ സ്റ്റെതസ്കോപ്പ് വേണ്ട, ടെലിപ്പതി. ഇതിന്റെ പ്രത്യേകത എലോൺ മസ്ക് ചെയ്ത് നാട്ടുകാർ കേൾക്കണം. മസ്തിഷ്കത്തിൽ ചിപ്പ്. ഇതെല്ലാം വീഡിയോയിൽ കാണാൻ റെഡ്വി കണ്ടോണം. കിടക്കുന്ന മസ്തിഷ്കത്തിൽ ചിപ്പ് വഴിത്തിരിവാക്ക്. 15 വർഷമായി കിടന്ന ഒരുവൻ്റെ ചിപ്പ് വെച്ചു. അപ്പം അവൻ്റെ ശരീരം പ്രതികരിച്ചു, അവന് മരുന്ന് കൊടുത്തു. കിടക്കുന്ന അവൻ എഴുന്നേറ്റ് ചെസ് കളിച്ചു. ഇതെല്ലാം ലൈവ് കൊടുക്കണം. 8 മണിക്കൂർ അവൻ എഴുന്നേറ്റ് ചെസ് കളിച്ചു. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞു.
മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ചിപ്പ്. ഇതാ ഞങ്ങളുടെ ബൈബിൾ. കമ്പ്യൂട്ടറില്ല, കയറില്ല, വയറില്ല, എലോൺ മസ്ക് ഇല്ല, BSN ഇല്ല, ഐഡിയ ഇല്ല. പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, മനുഷ്യന്റെ കൈമേലും തലമേലും ചിപ്പ് വരാറാ. ഇന്ന് രാത്രി ചെന്നിയോട് 26ാമത്തെ കൺവെൻഷൻ ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രസംഗിക്കുന്നവൻ മാറ്, പ്രവാചകൻ വീട്, ഉപദേശി പട്ടുപോകും, എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടുക. ചെന്നിയോടെ യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യവുമുണ്ടോ? ഒന്ന്, മെഡിക്കൽ സയൻസ്. രണ്ടാമത്തെ കാര്യം, ഇയർലി ഡിറ്റക്റ്റ് ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്. ചില മനുഷ്യൻ്റെ ശരീരത്തിൽ ഹാർട്ട് അറ്റാക്ക് പലപ്പോഴും വരും. അപ്പം നെഞ്ചുരും ശ്വസമാമ അച്ചായനോട് പറയും നെഞ്ചുരും നിന്ന്. അച്ചായൻ പറയും ഇഞ്ചിച്ചാറ് കുടിച്ചോളാം. ഇഞ്ചിച്ചാറല്ല, ഹാർട്ട് ബ്ലോക്ക് ആവുന്ന. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായം ക്യാൻസർ. ചില മനുഷ്യ ശരീരത്തിൽ 4ാമത്തെ സ്റ്റേജായിട്ടേ അറിയത്തുള്ളൂ. എന്താ, ബ്ലഡിന് നല്ല പവറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ചിപ്പ് വച്ചാൽ, എല്ലാവരും കേട്ടാട്ട്, 10-15 വർഷം മുമ്പ് രോഗത്തെ അറിയാൻ പറ്റും. അപ്പോൾ ആര് വെക്കും? 15 വർഷവും കൂടെ ആയുസ്. അതിന് എലോൺ മസ്ക് പറയുന്നത് ലൈഫ് എക്സ്റ്റൻഷൻ വാറണ്ടി. നമ്മുടെ ഈ പാറശാലയ്ക്ക് അപ്പുറത്ത് ഒഴിച്ചിൽ കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ 14 ദിവസത്തെ കളിക്കാവിള അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം മർമാണി കേന്ദ്രം, ഒഴിച്ചിൽ കേന്ദ്രം. 14 ദിവസം വരൂ, നിങ്ങളെ ഒഴിച്ച് പിടിച്ച് ശരിയാക്കി തരാം. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. അതുപോലെ 15 വർഷം കൂടെ മനുഷ്യന് ജീവിക്കാമെന്ന്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നിങ്ങൾ വെക്കുമോ? നിങ്ങളോ ഇവിടുത്തെ പാസ്റ്റർമാരെ വെക്കത്തില്ല. ഞങ്ങളെപ്പോലെ ഡെയിലി പ്രസംഗിക്കുന്നവർ, ഡെയിലി കവർ കിട്ടത്തില്ലേ പാസ്റ്ററെ? മനസ്സിലാകുന്നവർക്കായി. ആരും അറിയാതെങ്കിലും ഒരു ചിപ്പ് വെക്കും, മനസ്സിലാകുന്നവർക്കായി. മൂന്നാമത്തെ കാര്യം, ഇന്ന് രാത്രി തിരുവനന്തപുരം ടെക്നോ പാർക്ക് പല കമ്പനികൾ, UST ഗ്ലോബൽ, ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, അവിടുത്തെ മാനേജർമാരുടെ ശമ്പളം 10 ലക്ഷം രൂപയൊക്കെയാണ്. ഈ 10 ലക്ഷം രൂപ ശമ്പളമുള്ള മാനേജർ ആർക്കെങ്കിലും കമ്പനിയുടെ കൊട്ടേഷൻ മറിച്ചു കൊടുക്കുന്ന ഓണർക്ക് അറിയാൻ പറ്റൂ? മല്ലോ പറഞ്ഞാൽ അവൻ ജോലിക്ക് വരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ മോനെ ചക്കരയെന്ന് ഒരു ചിപ്പ് വെക്കും. അത് ഓണറുടെ ലാപ്ടോപ്പായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവൻ ആരുമായിട്ട് ബന്ധപ്പെടുന്നെന്ന് ചിപ്പ് മെസ്സേജ് കൊടുക്കും. മനസ്സിലാകുന്നവർക്കായി ടെക്നോളജി പറഞ്ഞു തരാം. പണ്ട് ഇവിടുത്തെ രാജംപാസ് കാറ് ലോൺ എടുത്തായിരുന്നു, അല്ലെ സ്കൂട്ടർ ലോൺ എടുത്തു. 28-ാം തീയതി ആകുമ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ജ്യോതിമോൾ വിളിക്കും, പാസ്റ്ററെ 2 ദിവസവും കൂടെ ബാക്കിയുള്ളു ലോൺ അടയ്ക്കാൻ. സന്തോഷമില്ലല്ലോ. ഇപ്പോൾ രാത്രി 12 മണിക്ക് രാജംപാസ് പാട്ട് പാടുക, ഹല്ലേലൂയ ഹോസന്ന, മൊബൈലിൽ കീക്കു കൂക്കു. സന്തോഷമില്ലല്ലോ. 30-ാം തീയതി ലോണിൻ്റെ അവസാന തീയതി. കരമുയർത്തുന്നവർക്കായി. ഇല്ലെന്നുണ്ടെങ്കിൽ ഗുണ്ടുകാട് സാബു ബൈക്ക് കൊണ്ടുപോകുന്നു മെസ്സേജിൻ്റെ അടിയിൽ. മനസ്സിലാകുന്നവർക്കായി. പോയില്ലയോ? അതെല്ലാം അവനെ അതിൻ്റെ കീഴിൽ കൊണ്ടുവരും. 4ാമത്തെ കാര്യം, ബാക്കിയൂടെ കേട്ടാട്ട് എല്ലാവർക്കും സന്തോഷ വാർത്ത. ഇവിടുന്ന് ഒരു അച്ചായൻ എവിടത്തേക്ക് പോകുന്നറിയാവോ? കളിക്കാവിള കഴിഞ്ഞ് മാർത്താണ്ഡം പോവാ. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് പോയി. അപ്പോൾ പാറശാല AI ക്യാമറ ഇഞ്ചുവിളയിലും വെച്ചിരിക്കുക. അച്ചായൻ്റെ ഹൃദയത്തിൻ്റെ ചലനം AI ക്യാമറ മൈക്രോ ചിപ്പ് കൊണ്ട് പിടിച്ചെടുക്കും. DDRC പോണ്ട, മെട്രോ സ്കാനിൽ പോണ്ട. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? അച്ചായൻ അവിടെ ഇങ്ങനെ പോകുമ്പോൾ ക്യാമറയിൽ മൈക്രോ ചിപ്പ് വഴി ഹാർട്ടിൻ്റെ ചലനം എടുക്കും. അച്ചായൻ്റെ ഹാർട്ട് കൂടുതൽ അടി 75, അച്ചായൻ അമ്മമ്മ 70. ആരും അറിയിക്കേണ്ട. അന്നേരം തന്നെ കൺട്രോൾ റൂമിൽ ഈ പിക്ചർ കിട്ടും. 3 മിനിറ്റ് കൊണ്ട് കളിക്കാവളെ എത്തുന്നതിന് മുമ്പ് അച്ചായൻ്റെ പറയും പോലീസ് വണ്ടി. അച്ചായനോട് പറയും ഒതുക്ക്, ആശുപത്രി ഇപ്പോൾ ഹൃദയത്തിൻ്റെ ചലനം കൂടുതൽ. മനസ്സിലാകുന്നവർക്കായി. അത് മെഡിക്കൽ സയൻസ് വരവേക്കാൻ പോന്നു. അപ്പം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ വിചാരിക്കും പാസ്റ്റർ എന്തുവാ ഈ പറയുന്നതെന്ന്. അതിനാസ്പദമായ AI ക്യാമറ കണ്ടില്ലേ? ഇപ്പോൾ ഫൈനടിക്കുന്ന 3 മിനിറ്റ് കൊണ്ടല്ലേ വരുന്നത്. ഈ അടുത്ത സമയത്ത് കാട്ടാക്കട ചാമവിള ഞാൻ പ്രസംഗിച്ചു. വേറെ ഏതോ സബ്ജക്റ്റ് പ്രസംഗിച്ച ഒരു പയ്യൻ എന്നോട് പറയാം, പാസ്റ്റർ യൂട്യൂബിൽ പ്രസംഗം കണ്ട് ഇവിടെ സംഭവിച്ചെന്ന്. ഞാൻ ചോദിച്ചെന്തോ? കാട്ടാക്കട നമ്മുടെ ഒരു പയ്യൻ നമ്മുടെ ഇവിടെ കാട്ടാക്കട പൂഞ്ഞാങ്കോട് വിഴിഞ്ഞത്തുനിന്ന് കല്യാണം കഴിച്ചാൽ സുന്ദരി ഒരു പെങ്കൊച്ച്. അവരുടെ വീട്ടുകാരെന്ത് കൊടുത്തു? നല്ല ബുള്ളറ്റ് കൊടുത്തു. RC ബുക്ക് ആരുടെ പേരിലായിരുന്നു? ഭാര്യയുടെ പേരിലായിരുന്നു. നല്ല പയ്യൻ. അവൻ കാട്ടാക്കടയിൽ നിന്ന് സിറ്റി പോയപ്പോൾ കിള്ളി വെച്ചൊരു പെങ്കൊച്ചിനെ കണ്ട് എൻഫീൽഡ് ബുള്ളറ്റിനകത്ത് കട്ടകാലത്തിന് ഈ പെങ്കൊച്ചിനെ കയറ്റിയിരുത്തി. മനസ്സിലാകുന്നവർക്കായി. ക്രോസ് ചെയ്ത് ശാസ്താമംഗലം വഴി കയറിയപ്പോൾ കട്ടകാലത്തിന് AI ക്യാമറ അടിച്ചു. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭാര്യ ഫോൺ ചെയ്യുന്നു, ചേട്ടൻ ആരെ കൊണ്ടാ ബൈക്കിൽ കറങ്ങുന്നതെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. 3 മിനിറ്റ് ശാസ്താമംഗലത്തിൽ നിന്ന് അടിച്ച്. സൗരന്മാർക്ക് സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആവശ്യമില്ലാതെ പെങ്കൊച്ചുങ്ങളുടെ RC ബുക്കും മേടിച്ച് ചോച്ചാമ്മയും ചിന്നമ്മയും ബൈക്കിൽ കയറ്റിയ കുടുംബജീവിതം പരിപാടിയായിപ്പോൾ.
മനസ്സിലാകുന്നവർക്കായി. ചേച്ചിമാർ സന്തോഷിക്കേണ്ട, ആക്റ്റീവയ്ക്കകത്ത് പയ്യന്മാരെ ആരെങ്കിലും കയറ്റി കറങ്ങിയാൽ കാലം മോശം, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പള്ളിക്ക് ഈ മണി മതി, മനസ്സിലാകുന്നവർക്കായി. ക്യാമറ മനസ്സിലാകുന്നവർക്കായി. നാലാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം ബാക്കിയൂടെ കേട്ടാട്ട്. ഇന്ന് എയർപോർട്ടിനകത്ത് എത്ര പേർ വരുന്നെന്നറിയോ? ലക്ഷക്കണക്കിന് പേർ വരുന്നു. ഇവരെന്തിനു വരുന്നു? കൊള്ളയ്ക്ക് വരുന്നു, കൊലപാതകത്തിന് വരുന്നു, കൊട്ടേഷൻ വരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് എലോൺ മസ്ക് പറയുന്നു, സകല എയർപോർട്ടുകൾക്കകത്തും ഞാനൊരു കാര്യം ചെയ്യാം. മനുഷ്യൻ ഇറങ്ങുന്നു വരുന്ന വഴി ഇവിടെ നമ്മുടെ കൃപാ സൗണ്ട്സ് ലൈറ്റ് വെച്ചിരിക്കുന്നത് പോലെ ക്യാമറയ്ക്കകത്ത് മൈക്രോ ചിപ്പ് വെച്ചാൽ ഇവരുടെ തലയിൽ നടക്കുന്ന കാര്യം ലാപ്ടോപ്പിൽ കാണും. അങ്ങനെയെങ്കിൽ കൊലപാതകവും ഉണ്ടാകത്തില്ല. ദുബായ്ക്കാരും ന്യൂയോർക്കാരും പറഞ്ഞ് ഇത് പെട്ടെന്ന് വേണം, ഞങ്ങളുടെ നാട്ടിലെല്ലാം പിടിച്ചു പറയും കൊള്ളയും കൊലപാതകം. അപ്പോൾ ഇറങ്ങി വരുന്നവൻ്റെ മുമ്പ് പോലീസ് വരണ്ട. അവൻ്റെ തലച്ചോറ് നോട്ട് ചെയ്യുമ്പോൾ ഇറങ്ങി വരുമ്പോൾ ആരും അറിയാതെ അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോകും. ഇപ്പം കണ്ടില്ലയോ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തൊക്കെ തീവ്രവാദ ബന്ധമുള്ളവർ വരുമ്പോൾ രഹസ്യ പോലീസ് അവ ഇറങ്ങി വരുമ്പോൾ കമ്പ്യൂട്ടർ വഴി പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് പാസ്റ്ററെ പിടി കിട്ടുന്നത്. അപ്പോൾ അവനോട് പറയും സൈഡിലോട്ട് മാറി നിൽക്കാൻ, മനസ്സിലാകുന്നവർക്കായി. അന്നേരമായി സ്പെഷ്യൽ ബ്രാഞ്ച് വരുന്നത്. ഇനി സ്പെഷ്യൽ ബ്രാഞ്ചും വേണ്ട, ഒരു ബ്രാഞ്ചും വേണ്ട, പാസ്പോർട്ടും വേണ്ട. ഇറങ്ങി വരുന്നവൻ്റെ തലയ്ക്കകത്ത് അവൻ്റെ തലയിൽ എന്ത് അവൻ കുഴപ്പക്കാരനാണോ, ഇന്ത്യ വന്ന ഗൾഫിൽ വന്ന കുത്തിമുറിക്കാനോ കവർ ചെയ്യാനോ എന്നറിയാൻ ലോകരാജ്യങ്ങൾ പറയുന്നു ഇത് റെഡി. ആറാമത്തെ കാര്യം എല്ലാവരും കേൾക്കണം. ഇന്ന് നമ്മുടെ ഇവിടുത്തെ BJPയുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖർജിയാണ്. അദ്ദേഹം നേരത്തെ IT മന്ത്രിയായിരുന്നു. IT മന്ത്രിയായിരുന്നപ്പോൾ എലോൺ മസ്കിനെ കണ്ടു ബ്രിട്ടനിൽ വെച്ച് ChatGPT കോൺഫറൻസ്. അന്ന് എലോൺ മസ്ക് പറഞ്ഞു, ഇന്ത്യ ഏറ്റവും പേടിക്കേണ്ട 150 കോടി ജനം, ഇത്രയും സ്റ്റേറ്റ്, എത്ര ഭാഷ സംസാരിക്കുന്നവർ. ഇവിടെ നാളെ എന്ത് നടക്കുമെന്ന് ആർക്കും അറിയത്തില്ല. ജനം റോഡിലിളകും, പല കാര്യങ്ങളും ഉണ്ടാകും. അങ്ങനെയെങ്കിൽ സകല മനുഷ്യൻ്റെയിലും മൈക്രോ ചിപ്പ് വച്ചാൽ സാറ്റലൈറ്റ് വഴി നമുക്ക് മനുഷ്യൻ്റെ ചിന്ത പിടിക്കാം, കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാണ് ഇന്ന് സഞ്ചാർ സാത്തി ആപ്പ്. അതുകൊണ്ട് ആപ്പിൾ കമ്പനിക്കാർ പറഞ്ഞ് അത് ലോഡ് ചെയ്യരുത്, നിങ്ങളുടെ സകല രഹസ്യങ്ങൾ ഊറ്റിക്കൊണ്ടു പോകുന്നു. സ്വോത്രം. സഞ്ചാർ സാത്തി ആപ്പ് ലോഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആപ്പിൾ പറഞ്ഞ് ലോഡ് ചെയ്യരുത്. ഇന്ത്യ ഗവൺമെൻറ് അത് കൊണ്ടുവന്നപ്പോഴേ പാർലമെൻറ്റ് പ്രശ്നം. എല്ലാവരും പറഞ്ഞു മനുഷ്യൻ്റെ ഡേറ്റകളെല്ലാം അവൻ്റെ കൈ കൊണ്ടുപോകുന്നു. അന്ത്യകാലത്തിലേക്ക് വരുന്നു സഞ്ചാർ സാത്തി. അതാ ലോകം ഒരുവൻ്റെ കയ്യിൽ. ഇനി ഞാൻ വരാൻ പോകുന്ന കാര്യം, 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം, ബാക്കി കൂടെ കേട്ടോട്ടെ. ഇന്ന് രാത്രി നാട്ടുകാരെയാക്കണം, 2 വർഷം കഴിഞ്ഞാൽ ദാണ്ട ഇവിടുത്തെ ഈ കേബിളൊന്നും കാണത്തില്ല. ഏഷ്യാനെറ്റിൻ്റെ കേബിൾ, മനസ്സിലാകുന്നവർക്കായി. അത് ചെറിയാച്ചായന് റബ്ബർ ഷീറ്റ് തൂത്തിടാം, മനസ്സിലാകുന്നവർക്കായി. കേരള വിഷൻ്റെ കേബിൾ സൂഷമാമയ്ക്ക് ചുരിദാർ ഉണക്കാം, മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. 2 വർഷം കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം സംഭവിച്ചൊരു സംഭവം. ഇവിടെ അജി ബ്രദർ ഇരിക്കുന്നു. ഞാൻ ഇടുക്കി പോയി, കട്ടപ്പന അവിടെ ഏലത്തോട്ടത്തിനകത്ത് കോഴിക്കാനത്ത് പ്രസംഗിക്കാൻ പോയി. വെറും മലഭാഷന്മാർ. ഞാൻ നോക്കിയപ്പോൾ ഇടുക്കി ലൈവ് കൊടുക്കാൻ വരുന്നൊരു പയ്യനുണ്ട്. അവൻ നല്ല ഈക്കോ വാനുമായിട്ടാണ് വരുന്നത്. അന്ന് നോക്കിയപ്പോൾ അരിസ്റ്റോക്രാറ്റിൻ്റെ ഒരു പെട്ടിയായിട്ട് വരുന്നത്. ഞാൻ വിചാരിച്ച പുതുവർഷത്തെ എനിക്ക് വല്ല സമ്മാനവും തരാൻ വരുവാന്ന്. സന്തോഷമില്ലല്ലോ, സ്വത്രം. ഇത്രയും പടം വിട്ടേന് നേരെ കൊണ്ടുവന്നൊരു ലാപ്ടോപ്പ്, അജി ബ്രദർ വെച്ചോലൊരു ക്യാമറ, സൈഡിൽ ഭിത്തിയെ കൊണ്ടൊരു പെട്ടി. ഞാൻ ഞെട്ടിപ്പോൾ, ഒരു വലിയ പെട്ടി, ഇലക്ട്രിക്കിൻ്റെ കണക്ക്, 2 ചെകുത്താൻ്റെ കണക്ക് മുള്ളും. ഞാൻ ചോദിച്ചു ഇതെന്തുവാ? പാസ്റ്റർ അറിഞ്ഞില്ലയോ, എലോൺ മസ്ക് റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പെട്ടിയാണ്, നല്ല വിലയ്ക്കാണ് ഞാൻ മേടിച്ചത്. മാസ വാടക. ഇനി OB വാനും വേണ്ട, ഒരു വാനും വേണ്ട. ഇത് ഒറ്റ ഒരെണ്ണം നേരെ സാറ്റലൈറ്റിൽ കൊടുത്താൽ പാസ്റ്റർ പ്രസംഗിക്കുന്ന ലാപ്ടോപ്പ് വഴി അങ്ങ് കയറുവാന്ന്. ഞാൻ ഞെട്ടിപ്പോയി പാസ്റ്റർമാർ. അവൻ പറഞ്ഞതാ 110 രാജ്യത്ത് ഒരേ സമയം കാണാമെന്ന്. കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഒരു ഗവൺമെൻറ്, ഒരു മൈക്രോ ചിപ്പ്, ഒരു സാറ്റലൈറ്റ് വഴി മനുഷ്യനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പോകുന്നു. ഇതിൻ്റെ പേരാ ന്യൂ വേ വേൾഡ് ഓർഡർ. 6ാമത്തെ കാര്യം. 7ാമത്തെ കാര്യം ബാക്കി കൂടെ കേട്ടോണം. 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവാ. 7ാമത്തെ കാര്യം, ഇന്ന് നിങ്ങൾ ATMൽ പണമെടുക്കാൻ പോകും. നെയ്യാറ്റിൻകര എവിടെ, TB ജംഗ്ഷന് ഒരു ഹിന്ദിക്കാരൻ വന്ന് പാട്ട് പാടത്തില്ല, തുച്ചെ ദേക്കാത്തോകെ ജാനാസനം. കുഞ്ഞമ്മാമെ കാണാനല്ല, കിട്ടിയ കാർഡ് അടിച്ചുകൊണ്ട് പോകും, മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇന്ന് കണ്ടില്ല ഡിജിറ്റൽ തട്ടിപ്പ്. അതുകൊണ്ട് മൊബൈലിലെ റിംഗ് ടോൺ മാറി. പണ്ട് പിന്നെ കുഞ്ഞിക്കിളിയെ കൂടെ ഇവിടെ നിന്നായിരുന്നു പാട്ട് മൊബൈലിനകത്ത്. ഇപ്പം എന്താ പാട്ട്? KYC കൊടുക്കരുത്, ലോട്ടറി അടിച്ചു, ഇങ്ങനൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കരുത്. സന്തോഷമില്ലല്ലോ, മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. സകലതും തട്ടിക്കൊണ്ടുപോവാ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് അജി ബ്രദർ ഇന്നാളെയും കൊടുത്തായിരുന്നു. ഡോക്ടർമാരെ തട്ടിക്കുന്നു, പണക്കാരെ തട്ടിക്കുന്നു. നിങ്ങൾ കേസിൽ അറസ്റ്റില്ല, ഡിജിറ്റൽ അറസ്റ്റാണെന്നും പറഞ്ഞു. ഇന്നലെ കണ്ണൂരും കേരളത്തിലോട്ട് ഭയങ്കര അറസ്റ്റാണ് CBI ചെയ്തേക്കുന്നത്. ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ജോലിയുള്ള എങ്ങനെ സോഫ്റ്റ്വെയർ എടുത്തിട്ട് വിളിക്കും, നിങ്ങൾക്ക് കള്ളപ്പണം വന്നിട്ടുണ്ട്, 20 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം, രഹസ്യ അറസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇങ്ങനെ പേടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബാങ്കുകാർ പറഞ്ഞു OTP വേണ്ട, പാസ്വേഡ് വേണ്ട, കൈവച്ചാൽ
ക്യാമറയെ കാണുമ്പോൾ എല്ലാവരും കേട്ടാട്ടെ, കൈവച്ചാൽ ATM സൈഡിൽ ഇരിക്കുന്ന ക്യാമറയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തുകയടിക്കുമ്പോൾ മൈക്രോ ചിപ്പ് വഴി കമ്പ്യൂട്ടർ ഓണായി പൈസ കിട്ടും, മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ SBI പറയുന്നു, കാനറ ബാങ്ക് പറയുന്നു, ഇത് സുരക്ഷിതം, ഒറ്റ നമ്പരും വേണ്ട. കൈക്കകത്തൊരു മൈക്രോ ചിപ്പ് വെച്ച് സ്കാനറിൽ കാണിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ അവിടെ തെളിഞ്ഞു വരും കൈവെക്കുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഇഷ്ടമുള്ള പൈസ അടിച്ചാൽ മൊബൈലിൽ മെസ്സേജ് അയക്കുന്ന പോലെ പൈസ താഴെ കിട്ടും. അതുകൊണ്ട് ഇന്നത്തെ ബാങ്കുകാർ പറയുന്നു, വെക്കാം കൈകളിൽ മൈക്രോ ചിപ്പ്. ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കരമുയരുന്നില്ലല്ലോ, രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കൾക്ക് ഇനി ഈ ചിപ്പ് എങ്ങനെ, പണ്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കും. ദാണ്ടിപ്പോൾ ഈ മൈക്രോ ചിപ്പ് മൊട്ടറോള, ജോൺസൺ ആൻഡ് ജോൺസൺ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. കൈക്കകത്ത് ഒരു ബാൻഡേഡ് ചുറ്റുന്നത് പോലെ ചുറ്റിയാൽ ഒരു ഫിലമെൻ്റ് കൊടുത്താൽ ഒരു മനുഷ്യനെ പറ്റിയുള്ള സകല രേഖകളും അതിൽ കൊള്ളിക്കാം. പറയാം, ദാണ്ട് ഇവിടെ 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 കേട്ടോണം. നമ്മുടെ ഈ മോൻ, നമ്മുടെ കൃപ, പണ്ട് ഇവിടെ കൺവെൻഷന് വന്നു. അവൻ ഒരു CD ഇട്ടു, നല്ല പാട്ടുകൾ. ഏതാ തുണ എനിക്ക് യേശുവേ കുറവിനില്ലതിനാൽ. അപ്പോൾ രാജൻ പാഷോട് പറഞ്ഞ്, ഞാൻ ഇച്ചിരി പെട്രോൾ മേടിക്കാൻ, അല്ല ഡീസൽ മേടിക്കാൻ കണ്ടല വരെ പോവാന്ന്. കഷ്ടകാലത്തിന് CD കട്ടായി. രാജൻ പാഷക്ക് ഇത് ഇടാനും വയ്യ. നാട്ടുകാർ ഫോൺ വിളി, കൺവെൻഷൻ ഇല്ലയോ, റെക്കോർഡ് കേൾക്കുന്നില്ലയോ എന്ന്. സ്വത്രം പയ്യനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇന്ന് അത് വല്ലതും വേണോ? CD ശൂഷമാമ ബ്ലൗസേ കുത്തുന്നൊരു പെൻഡ്രൈവ്, സന്തോഷമില്ലല്ലോ. ദാണ്ട് ആ മോണിറ്ററിൽ കുത്തിയാൽ മതി. ഈ മോൻ പാലോടോ മങ്കയത്തോ ചെന്നൈയിലോ എവിടെ പോയിട്ട് വന്നാലും ഇത് കേട്ടുകൊണ്ടിരിക്കുക, സന്തോഷമില്ലല്ലോ. സ്വത്രം ഒരു ഫിലമെൻറ്റിനകത്ത് അതുപോലെ മനുഷ്യൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഡീകോഡ് ചെയ്യാം. പെന്തിക്കോസുകാർ സന്തോഷിക്കേണ്ട, അതിൻ്റെ മൂത്ത ചേട്ടനെ ഇപ്പോൾ ഡിജിറ്റൽ സർവേ, മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. സ്വത്രം എല്ലാ പുരാടത്തിൻ്റെ എടുത്തുകൊണ്ട് പോയി. ഇനി ഞാൻ വന്നില്ലെങ്കിൽ ഇതുപോലൊരു കാർഡ് നിങ്ങളുടെ തരും. ഈ കാർഡ് കാട്ടാക്കട വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന വില്ലേജ് ഓഫീസർ ലാപ്ടോപ്പ് ഇടുമ്പം കുഞ്ഞമ്മ ആറാട്ടുകുടി 4 ഏക്കർ, വെള്ളറട 3 ഏക്കർ, അത് കഴിഞ്ഞ് പാറശാല ഷോപ്പിംഗ് കോംപ്ലക്സ്, പാസ്റ്ററോട് പറഞ്ഞ 15 സെൻറ്റ് വീട് വന്നു. സന്തോഷമില്ലല്ലോ. സ്വത്രം എല്ലാ പാസ്റ്റർമാരെയും നിങ്ങൾ കണ്ടോണം. ഇനി ദാണ്ട് നിങ്ങൾക്ക് വില്ലേജിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു കാർഡാണ് ഡിജിറ്റൽ സർവേ. പ്ലാന്, സ്കെച്ച്, അതിർത്തികൾ മൊത്തവും കിട്ടും. അത് വെച്ചാൽ അതിൻ്റെ പ്രമാണം എഴുതണ്ടേ, വലിക്കൊന്നും വേണ്ട, ആരെയും കൊണ്ടുവരണ്ട. അതാ ഡിജിറ്റൽ സർവേ. ദാണ്ട് ഒരു കാർഡ് കിട്ടും, ഇത് കാണിക്കുമ്പോൾ തെളിഞ്ഞ് വരും, പ്രിൻറ്റും കിട്ടും. അങ്ങനെ ആ പ്രമാണം എഴുതാൻ പോകുന്നത്. എത്ര പേര് കുടുങ്ങുമെന്നറിയത്തില്ല കർത്താവ്, മനസ്സിലാകുന്നവർക്കായി. സ്വത്രം കള്ളപ്രമാണം, കള്ളരേഖ, വ്യാജരേഖ, പാസ്റ്റർമാർക്കൊക്കെ എത്ര ഏക്കറുണ്ടെന്ന്. സ്വത്രം മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞുകൊണ്ടാൽ മതി. സ്വത്രം മനസ്സിലാക്കുന്നവർക്കായി. സ്വത്രം എല്ലാം തെളിഞ്ഞു വരാൻ പോകും, അന്ത്യകാലമായി. സ്വത്രം അങ്ങനെയെങ്കിൽ ഒരു ഫിലമെൻറ്റിനകത്ത് ഇതിനെല്ലാം കയറ്റാം. അതിനും വരുന്നു മൈക്രോ ചിപ്പ് വില്ലേജ് സർവേ. റിലയൻസുകാരെ അത് എടുത്തുകൊണ്ട് പോയിരിക്കുക. പെൺപിള്ളേർ കുറ്റിയും കോലും അടിച്ച് ആകാശത്ത് നിന്ന് കണക്ക് കൂട്ടിയതെല്ലാം ലാപ്ടോപ്പിലായി. അമ്മമ്മേ അവസാനം ഹെൽത്ത് കാർഡ് കിട്ടുന്ന പോലെ ഒരു കാർഡ് പ്രമാണം എഴുതാൻ ചെല്ലുമ്പോൾ വില്ലേജ് ഓഫീസർ പകർപ്പൊന്നും ചോദിക്കത്തില്ല, കാർഡ് ഇങ്ങോട്ട് വെക്കാൻ പറയും. അന്നേരം കാണാം എത്ര നാൾ കരവടച്ചത് വയലായിരുന്നോ ഭൂമിയാണോ നികത്തിയെന്നെല്ലാം തെളിഞ്ഞു വരും. സന്തോഷമില്ലല്ലോ. സ്വത്രം ഇതൊരു അന്ത്യകാല സംഭവം. അങ്ങനെയെങ്കിൽ ഇന്ന് മൈക്രോ ചിപ്പിലേക്ക് ലോകം വരാറായി. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. അങ്ങനെയെങ്കിൽ 2 ചിപ്പ് മനുഷ്യനിൽ വെക്കുമോ? 1 ആധാർ, 2 ATM, 3 ആനയുടെ വാൽ, 4 പാസ്പോർട്ട്, 5 കാറിനകത്ത് RFID, ഇന്ന് QR കോഡ്. ഇനി വരുന്നത് കൈമേലും നെറ്റിമേലും. ഇന്ന് രാത്രി 2 ചിപ്പ് ഒരു മനുഷ്യൻ്റെ ശരീരത്ത് വെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുമോ? കരമുയരുന്നില്ല. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. വായിക്കാം, ഏതാ ചിപ്പ്? ആ ചിപ്പുള്ളവനെ ചേർക്കാൻ കാന്തൻ വരാറായി. വായിക്കാം, എഫേസ്യ ലേഖനം 4:30. വായിച്ചോട്ടെ മക്കളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. സാത്താന്റെ മുദ്ര നമ്മുടെ ശരീരത്തിൽ വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ ശരീരത്തിനകത്തൊരു മുദ്രയുണ്ട്. ചെന്നിയോട്ടുകാരെ, നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ
ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവനെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി കാന്തൻ മരാറായി. ഇന്ന് രാത്രി ഒരു രാത്രി കൂടി ഞങ്ങൾ പറയുന്നു, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊഴികൾ മുഴങ്ങാൻ കാലമായി. ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കുക. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി 2 കാര്യം കൂടെ പറയുമ്പോൾ പാട്ടുപാടി. എന്താ നമ്മുടെ സുവിശേഷ പ്രസംഗ ക്രൂശിനെ പറ്റി? ഇന്ന് രാത്രി ഒരു ബൈബിളിനകത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമുണ്ട്. ഒരപ്പന് 2 മക്കൾ, മൂത്തവൻ ഇളയവൻ. മൂത്തവൻ വീടിനോട് ചേർന്ന്, രണ്ടാമത്തെ ധൂർത്തുപുത്രൻ. നമുക്ക് മലയാളത്തിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഇവിടെ ചെന്നിയോട്ട് ആരൊക്കെയാം? തകച്ചായനും ബത്സമാമയും 2 കുഞ്ഞുങ്ങൾ. മൂത്തവൻ്റെ പേര് കുഞ്ഞുമോൻ, രണ്ടാമത്തവൻ്റെ പേര് കൊച്ചുമോൻ. കേട്ടാട്ടെല്ലാവരും? ഇതാ സുവിശേഷ പ്രസംഗം. കൊച്ചുമോൻ ഇവിടെ ആരുമായിട്ടും വലിയ കമ്പനിയില്ല. എന്ന് കൊച്ചുമോന് കളിക്കാൻ വിളയുള്ള ഒരുപാട്ടായിരുന്നു കമ്പനി. കൊച്ചുമോൻ അച്ചായനോട് പറഞ്ഞ് എൻ്റെ വീതമെല്ലാം എഴുതി വിറ്റ് തരണം. അവൻ ധൂർത്തുപുത്രൻ എന്നായിരുന്നു ബൈബിള്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ കുടിയൻ, മുടിയൻ, ഏതൊക്കെ പേര് പറഞ്ഞു. ഏത് മുടിയനായാലും കുഴപ്പമില്ല, നന്നാവട്ടെ, സ്വത്രം അങ്ങ് പറഞ്ഞു. കേട്ടാട്ടെ? അവൻ അപ്പനോട് പറഞ്ഞു. അപ്പനും അമ്മയും പറഞ്ഞു, പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് ഞങ്ങൾ വീതമെല്ലാം തരാം. കുഞ്ഞോൻ പറഞ്ഞ് അവനെ കയറ്റുകയും ചെയ്യരുത്, അവൻ നമ്മുടെ വീതം വിറ്റ് പോവാ. ഇവൻ നേരെ എവിടെ പോയി? കളിക്കാവളെ. മാർത്താണ്ഡത്തെ ലോഡ്ജ് എടുത്തു. ഇവൻ വട്ടിപ്പലിശയ്ക്ക് പൈസയും കൊടുത്തു, മനസ്സിലാകുന്നവർക്കായി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു താമസവും തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ വൈകിട്ട് നല്ലൊരു ബാറും ഉണ്ടായിരുന്നു മാർത്താണ്ഡ ബ്രിഡ്ജിൻ്റെ താഴെ. അതിൻ്റെ പേരാ സിയോൻ ബാർ. സന്തോഷമില്ലല്ലോ, സ്വത്രം. ഇന്ന് ക്രിസ്ത്യാനിയുടെ ബാറിൻ്റെ പേര് സിയോൻ ബാർ. പാഷന്മാർക്ക് സന്തോഷമില്ല. ഹൈന്ദവരൊന്നും ഇങ്ങനെ ഇടത്തില്ല. ഈ ക്രിസ്ത്യാനി എന്തും ചെയ്യും. സിയോൻ ബാർ. പണ്ട് പാടിയത് സിയോനിലേക്ക് പരിവഴി ഉണ്ടെന്നാ, ഇപ്പോൾ സിയോൻ ബാറിലേക്ക് പരിവഴി എന്നാ. സ്വത്രം, മനസ്സിലാകുന്നവർക്കായി. അവ ഇങ്ങനെ കുടിച്ചു. അങ്ങനെ കുടിച്ചിരുന്നപ്പോഴാണ് കോവിഡ് വന്ന്. എല്ലാവരും കേൾക്കട്ടെ, അരുമയാണ് ചിന്ന കഥ കേട്ടിരിക്കുന്നത്. இந்த முடிவான സന്ദേശத்துக்கு അന്ത്യം വന്നിരിക്കുന്നത്, അതൊക്കെ താൻ കേട്ടിരിക്കുന്നത്. അവ ഇങ്ങനെ കുടിച്ചു അവസാനം കോവിഡ് വന്ന് ഈ പലിശയ്ക്ക് മേടിച്ചുകൊണ്ട് ഒരു പൈസ കൊടുക്കുന്നില്ല, മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ നിലമാമൂട്ടി നിർമ്മൽ കൃഷ്ണ പൊട്ടിയോലെ കൊച്ചുവൻ പൊട്ടി, മനസ്സിലാകുന്നവർക്കായി. കുടിക്കാൻ കാശുമില്ല. സ്വത്രം. കൂട്ടുകാരും കുറേ മാറി. അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടേക്ക് പാർസൽ ചായക്ക് താഴെ പോകും ആര്യാഭവൻ. അപ്പോൾ ഒരു അങ്ക വന്ന് ഷാപ്പെടുത്. പലപ്പോഴും കോവിഡ് തുറക്കത്തോളൂ. അയാൾ ചോദിച്ച്, നിങ്ങ എങ്കവേ വേല കിടക്കരുതാ? അപ്പോൾ അയ്യാ പറഞ്ഞ്, ഞാൻ നല്ല പന്നിക്കൂട്ടം സാമിയാർ മഠത്തേക്ക് പക്ക ഒരു പന്നിക്കൂട്ടം ഇരിക്കുന്നു. അവിടെ നിങ്ക മാതിരി ഒരു വാലിബനെ വേണം, നല്ല തുട്ടേ തരാമെന്ന്. സന്തോഷമില്ലല്ലോ, നിങ്ങൾ തമിഴ്നാടല്ല, കേരളം ആയതുകൊണ്ട് തമിഴ് അറിയത്തില്ല. സ്വത്രം. കൊല്ലത്ത് ചാത്തന്നൂർ കിടക്കുന്ന ഞാൻ இந்த மாதிரி தமிழ் பேசுகிறது. നെയ്യാറ്റിൻകര കിടക്കുന്ന ഉണ്മയാണ് വേലക്കാർ യാറുമേ ഇന്ന് തമിഴ് പേശക്കൂടാതെ, മനസ്സിലാകുന്നവർക്ക്. തമിഴ് പഠിക്കാൻ കാര്യം കൂടെ ലൈവ് പോകുന്നുണ്ട്. മലയാളി പെന്തിക്കോസുകാരെ എപ്പം பீஸ் உரிந்தோன்னு அறியத்தில்லை. சோதனை அதுக்கு தான் இந்த நாள்களில் உலகத்தின் முடிவும் கடைசி கால செய்திகள் தேவன் வல்லமை ആണ്ടവരൻ ചെയ്തിയെ കൊടുക്കരുത്, മനസ്സിലാകുന്നവർക്കാണ്. സ്വോത്രം. ഇന്നിവിടെ വന്നപ്പോഴും കന്യാകുമാരി എന്നൊരു ദൈവദാസം വിളിച്ച് മാർച്ചിലേക്ക് ഞാൻ പറയും തീർത്തും വരാമെന്ന്. സ്വോത്രം. കേരളത്തിൽ വന്നില്ലല്ലോ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. കേട്ടാട്ടെ? അപ്പോൾ എന്താ സംഭവിച്ചത്? യവനെ കണ്ടപ്പോൾ ഇച്ചിരി കാണാൻ നല്ലവനായിരുന്നു. ബിയറൊക്കെ കുടിച്ചിട്ട് ഇച്ചിരി വൃത്തിയായിരുന്നു. ഓണർക്കും ഇഷ്ടപ്പെട്ട്, പന്നിക്കും ഇഷ്ടപ്പെട്ട്. ആദ്യം അവർ നല്ല പൊങ്കൽ, മസാല ദോശ, റോസ്റ്റൊക്കെ കൊടുത്തു. അപ്പം പന്നിപ്പാമ്പിൻ്റെ ഓണറിന് പിടികിട്ടി. അവൻ പോവത്തില്ല. കേട്ടോണം ചേച്ചി, ഒരു ഉടുപ്പും മുണ്ടുവേ ഉള്ളായിരുന്നു, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ആദ്യമൊക്കെ നല്ല ഭക്ഷണം. 2 മാസം കഴിഞ്ഞപ്പോൾ നല്ല മതിൽ കെട്ടി ഗേറ്റും അങ്ങ് മാറ്റി. പിന്നെ ഓണർ ആഴ്ച ഒരിക്കലേ വരുന്നേ വല്ല 2 ചപ്പാത്തി കൊണ്ടുവരും. അവ ഓണറോട് ചോദിച്ചു, അയ്യാ പശുക്കരുത്, എനിക്ക് ചാപ്പാട് വേണമെന്ന്. ഓണർ പറഞ്ഞു, മിണ്ടക്കൂടാതെ ഇങ്ക വാളവിര പുളിയരി, മനസ്സിലാകുന്നവർക്കായി. അപ്പൻ്റെ വീട് വിട്ടു പോകുന്ന എല്ലാ കൊച്ചുവനും തിന്നാൻ പോകുന്ന വാളവിരയും പുളിയരിയാണ്. സ്വോത്രം. ബാക്കി കൂടെ കേട്ടാട്ടെ. സ്വോത്രം. അപ്പം ഇങ്ങനെ ഇരുന്നപ്പം അവിടെ ഒരു സുവിശേഷ യോഗം. നമ്മുടെ രായഭാഷ അനൗൺസ്മെൻറ്റ് കൊടുത്തല്ലോ, ഇന്ന് മുതൽ സുവിശേഷ യോഗം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാലം തീരാറായി, കർത്താവ് വരാറായി. അപ്പം നമ്മുടെ കൊച്ചുവൻ ചെന്നിയോടും വന്നിട്ടുണ്ട്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും വന്നിട്ടുണ്ട്, നെയ്യാറ്റിൻകര ഇരുമ്പിലും വന്നിട്ടുണ്ട്, അമരവിളയിലും വന്നിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഷീല കല്യാണ മണ്ഡപത്തിൽ വെച്ച് നോട്ട് എഴുതി കൊണ്ടുപോയവനാണ്, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അപ്പോൾ കൊച്ചുവന് പിടികിട്ടി ലോകം തീരാറായെന്ന്. കൊച്ചുവൻ വിചാരിച്ചു, അയ്യാ എங்கே പോയിരിക്കുക, ഇനി ശനിയാഴ്ച വരത്തുള്ളൂ, ശനിക്കിളമായി. പന്നിയോടല്ല ഇങ്ങനെ പറഞ്ഞ്, ഗായ്സ് ഐ ആം ഗോയിങ്, മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ, ഒറ്റ ചാട്ടും, മനസ്സിലാകുന്നവർക്കായി. എന്താണെന്നറിയാം? വേലി ചാടി. സ്വോത്രം. അവൻ അപ്പൻ്റെ വീട്ടിനെ പറ്റി ഓർമ്മ വന്നു. ഒന്നുമില്ല. 1-ാം ദിവസം നടന്നു. എവിടെ വന്നു? മാർത്താണ്ഡത്ത് വന്നു. 2-ാം ദിവസം കളിക്കാവിള വരെ നടന്നു. 3-ാം ദിവസം നെയ്യാറ്റിൻകര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ അവൻ കിടക്കുക. എല്ലാവരും കേട്ടാട്ടെ. സ്വോത്രം. അപ്പോൾ ഇവിടുന്ന് ഒരച്ചായനും അമ്മാമ്മ 5 മണിക്ക് പോയി OP എടുക്കാൻ, ഹാർട്ട് ഡോക്ടറെ കാണാൻ.
ചായ കുടിക്കാൻ നോക്കിയപ്പം ദാ കിടക്കുന്നു വത്സമ്മാമ്മയുടെയും തങ്കച്ചായൻ്റെയും മോൻ കൊച്ചുവൻ ചുരുണ്ട് കിടക്കുന്നു. സ്വോത്രം. അവനോട് ചോദിച്ച് നീ വീട്ടിൽ നിന്ന് പോയതാണോ? അപ്പോൾ അവൻ പറഞ്ഞ് 3 ദിവസമായി ചായയും പരിപ്പോടെയും കഴിച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമായി 2 ചായ 2 പരിപ്പുവട കൊച്ചുവന് മേടിച്ചു കൊടുത്തു. കൊച്ചുവൻ നേരെ ഒരു നടത്ത. എവിടെ നിന്ന്? നല്ല എനർജി. നെയ്യാറ്റിൻകരയിൽ നിന്ന് നേരെ എവിടെ വന്നു? പെരുമ്പഴുതൂർ വന്നു. പെരുമ്പഴുതൂരിൽ നിന്ന് നേരെ കോട്ടമുകളിൽ വന്നു. 6 മണിയായി. 4:30 നടത്തു തുടങ്ങിയത്. 6:30 ആയപ്പോൾ തങ്കച്ചായനും വത്സമ്മാമയും, തങ്കച്ചായൻ മരിച്ചവരുടെ മലയാള പത്രം കാണുന്നു, അമ്മാമ അടുക്കളയിൽ ചായ ഇടുന്നു. ഭിത്തിയിൽ പവർ വിഷൻ്റെ പ്രഭാതാരാധന നടന്നപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ CC ക്യാമറയാണല്ലോ, സന്തോഷമില്ലല്ലോ. ക്യാമറ കാണുന്നു. മുടിയൻ കൊച്ചുമോന്താ ഇങ്ങനെ വരുന്നു. മനസ്സിലാകുന്നവർക്ക് ആ ശ്രോത്രം ബാക്കിയൂടെ കേട്ടാട്ടെ. ഇവിടുത്തെ നമ്മുടെ ചെന്നിയോട്ട അമ്മാമയാന്നേ പറയാം, എൻ്റെ അച്ചായ വീതം മേടിച്ചുകൊണ്ട് പോയാൽ മുടിയൻ പിന്നെയും വരുന്നു. വണ്ടി എടുത്താട്ടെ നമുക്ക് കഴക്കൂട്ടത്തിൽ ലൂലു മാൾ വരപ്പാന്ന്. കരമുയരുന്നില്ലല്ലോ സ്വോത്രം. അതാ ഇവിടുത്തെ അച്ചായനും അമ്മാമ്മയും പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ കണ്ടിട്ട് വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരപ്പനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരെത്ര? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അവൻ പറഞ്ഞ എന്താ? ഇതാ സുവിശേഷ പ്രസംഗം. അവൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ യോഗ്യനില്ല. അപ്പം പറഞ്ഞൊരു കാര്യം, മോനെ നീ എൻ്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ. അവൻ പറഞ്ഞ് റബ്ബർ വരെ കഞ്ഞി കുടിക്കാന്ന്. അപ്പം പറഞ്ഞ് തട്ടാൻ തങ്കപ്പൻ്റെ ഞാൻ മോതിരം മേടിച്ചിട്ടുണ്ട്, കാട്ടാക്കടയിൽ നിന്ന് ബാറ്റയുടെ ചെരുപ്പിട്ടിട്ടുണ്ട്, പക്ഷെ അവനെ അകത്ത് കയറ്റില്ല. ഇതാണ് ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം. മടങ്ങി വന്നവൻ്റെ നിറം നോക്കിയില്ല, മണം നോക്കിയില്ല, ഗുണം നോക്കിയില്ല, ജയിലിൽ കിടന്നത് നോക്കിയില്ല, കീശയിലെ കാശ് നോക്കിയില്ല. ഇന്ന് രാത്രി അമ്മാമേ അവൻ്റെ ശരീരത്തിൽ ഒരു ഉടുപ്പുമുണ്ട്. ആരെയാ? പന്നിയുടെ ചാണകവും മൂത്രമോ. നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ മടങ്ങി വരുന്നവനെ മാറോട് ചേർക്കുന്ന ഒരപ്പനുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി അവനെ മണിയറയിൽ കൊണ്ടുപോയില്ല. അപ്പൻ അവനൊരു രക്ഷയുടെ വസ്ത്രം കൊടുത്തു, എന്നിട്ട് ആ മണിയറയിൽ കൊണ്ടുപോയി. ഇന്ന് രാത്രി ഒന്നാമത്തെ യാദം ഏദനിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദം കരമുയർത്തുന്നവർക്കായി കാൽവറിയിൽ തൻ്റെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തിയെങ്കിൽ അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച തൻ്റെ മക്കളെ മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ യേശു മടങ്ങി വരാറായി. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് രാത്രി ആരെ ചേർക്കുക? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന തൻ്റെ സഭയെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ കരയട്ടെ, സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി ടൈറ്റാനിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 2 കാര്യം പറഞ്ഞ് പാട്ടുപാടി ഞങ്ങൾ ആരാധിക്കും. ഇന്ന് രാത്രി വചനം കേൾക്കണം. ടൈറ്റാനിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ധനവാന്മാർ ആരൊക്കെയാണെന്നറിയാമോ? ഒരു അമേരിക്കക്കാരൻ, ഒരു കാനഡക്കാരൻ, ഒരു ഒരു ദുബായ്ക്കാരൻ, ഒരു പാകിസ്ഥാൻകാരൻ, 4 പേരോട് ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പിനെ തേടിപ്പോയി. പേടകത്തിൻ്റെ പേര് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഓഷ്യൻ ടൈറ്റാനിക്. അവർ പേടകത്തിന് 400 മീറ്റർ ഉള്ളപ്പോൾ അവരുടെ പേടകം അങ്ങ് പൊട്ടിത്തെറിച്ചു പോയി ഇരുമ്പിൻ്റെ അടുത്ത്. ലോകം പ്രാർത്ഥിച്ചു. ബൈബിൾ, ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടു കൂടി ഒന്നും കൊണ്ടുപോകത്തില്ല. ടൈറ്റാനിക്കിനെ കാണാൻ പോയ ധനവാന്മാർ വീണു. അടുത്തത് കേൾക്കട്ടെ. ഒരമ്മ 4 കുഞ്ഞുങ്ങൾ അപ്പനെ തേടി രാത്രി അമേരിക്കയിലെ കൊളംബിയൻ കാട്ടിപ്പോയി. കേട്ടോ മക്കളെ? ഒരു സെസ്ന വിമാനം, 14കാരി മോൾ, 11കാരി മോൾ, 9കാരി മോൾ, 1.5 വയസ്സുള്ള ആൺകുഞ്ഞ്. രാത്രിയിൽ കാലാവസ്ഥ മോശം. എല്ലാവരും കേൾക്കണം. വിമാനം തകർന്ന് വീണു പോയി. എന്താ സംഭവിച്ചത്? കുഞ്ഞുങ്ങൾ തെറിച്ചു വീണു. അമ്മ കത്തി മരിച്ചു, പൈലറ്റ് മരിച്ചു, ഒരു മൂപ്പൻ ആദിവാസി ഇവിടുന്ന് വന്ന് പുള്ളി മരിച്ചു. 3 ഡെഡ് ബോഡി കിടക്കുമ്പോൾ രാത്രിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പതിയെ നടക്കാൻ തുടങ്ങി. 14കാരി മോൾ, 11 മോൾ, 9 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള ആൺകൊച്ചിന് 3 പേര് കയ്യിൽ മാറിയെടുത്ത സഹോദരി. എത്ര ദിവസം നടന്നു? 40 ദിവസം വനാന്തരത്തിനകത്ത്. അപ്പനെ തേടിപ്പോയ വിമാനം മറിഞ്ഞ് ഭയങ്കര സംഭവമായിരുന്നത്. എന്താ പറഞ്ഞു തരാമെന്നറിയാമോ? 40-ാം ദിവസം ഇങ്ങനെ മലഞ്ചെരുവിൽ കൂടെ വനാന്തരത്തിൽ കൂടെ നടക്കുമ്പോൾ എപ്പുറത്തോ പട്ടാളക്കാർ റോന്തി ഉറ്റുന്നുണ്ട്. അവർ കുഞ്ഞുങ്ങളുടെ കാലടിയുടെ ശബ്ദം കേട്ടു. കുഞ്ഞുങ്ങളെ പോയി പിടിച്ചു. ക്ഷീണിച്ചു പോയി. അവരെ മിലിറ്ററി ആശുപത്രിയിൽ കൊണ്ടുപോയി. BBC-ക്കാർ ഇതറിഞ്ഞു. കേട്ടാട്ടെ, 3-4 കുഞ്ഞുങ്ങളെ ട്രിപ്പ് ഇടുക. BBC-യുടെ ഒരു ലേഖിക ഓടി വന്നു. പട്ടാളക്കാരോട് പറഞ്ഞു, 40 ദിവസം ഈ വനാന്തരത്തിൽ
നടന്ന കുഞ്ഞുങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ വേണം. പട്ടാളക്കാർ പറഞ്ഞ് നെവർ, തരത്തില്ല. ആ കുഞ്ഞുങ്ങൾ വളരെ ക്ഷീണമുള്ളവരാ. അപ്പോൾ അവസാനം അവൾ കെഞ്ചിയ 14 വയസ്സുള്ള മോളോട് ഒരു വാക്ക് ചോദിക്കണം. 40 ദിവസം എങ്ങനെ നടന്നു? അവൾ ഓടിച്ചെന്ന് 14 വയസ്സുള്ള കുഞ്ഞിൻ്റെ പുറത്ത് ട്രിപ്പ് കയറുക. അവൾ ഇംഗ്ലീഷിൽ ചോദിച്ചു, ലാസ്റ്റ് 14 days ഹു ഈസ് റൂട്ടഡ് അറ്റ് ആമസോൺ ഫോറസ്റ്റ്. ആമസോൺ കാടുകളിനകത്ത് നിങ്ങളെ ആരാ വഴി നടത്തിയത്? ഈവനിങ് സൈമിൾട്ടേനിയസ് റെയിൻ ആൻഡ് കട്ടിങ്സിലേക്ക് കടിച്ചു പറിക്കുന്ന പാമ്പും മഴയുള്ള സ്ഥലം. അവൾ ആ ട്രിപ്പ് കയറുമ്പോൾ അമ്മാമേ പറഞ്ഞു, ഐ ഡോണ്ട് നോ മാഡം, എനിക്കറിയത്തില്ല. ആൻ അൺസീൻ പവർ, ഒരദൃശ്യ ശക്തി ഞങ്ങളെ 40 ദിവസം കരം പിടിച്ച് നടത്തി. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ധനവാന്മാർ സമുദ്രത്തിൻ്റെ അടിയിൽ 4 എണ്ണം വീണപ്പോൾ 4 കുഞ്ഞുങ്ങളെ 40 ദിവസം വനാന്തരത്തിനകത്ത് കരം പിടിച്ച് നടത്തുക ദൈവത്തിൻ്റെ കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഈ രാത്രി എൻ്റെ ദൈവം ആർക്കും കടക്കാരനില്ല. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അവസാന ഭാഗം കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം, ധനവാനായാലും മരണം, ദരിദ്രനായാലും മരണം, സമ്പന്നനായാലും മരണം. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രത്യേകത, കപ്പക്കാലയിൽ മരിക്കും, കവലയിൽ മരിക്കും, കമ്പോളത്തിൽ മരിക്കും, ക്യാൻസറിൽ മരിക്കും, ട്യൂമറിൽ മരിക്കും, വണ്ടി അറ്റാക്കിലും മരിക്കും. എന്നാൽ ഞങ്ങളുടെ ഒരു പ്രത്യാശ, കല്ലറയ്ക്കപ്പുറത്ത് ലാസറിനെ വിളിച്ചുണർത്തിയ പോലെ ഒടുവിലത്തെ ഗംഭീരനാദത്തിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ വരാറായി. ഈ വർഷം ചെന്നിയോട്ട് യോഗമില്ല. ഇന്ന് രാത്രി ചെന്നിയോട്ട് നാട്ടുകാരോട്, ഉലകത്തിലെ സകല മഹാന്മാർ കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. ആരെ? രാജീവ് ഗാന്ധി, ഇന്ദിരാജി, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, രാജ്ഘട്ട്, കാറൽ മാർക്സും ഏംഗൽസും ബ്രിട്ടനിൽ കിടപ്പുണ്ട്, ലെനിനും സ്റ്റാലിനും കിടപ്പുണ്ട് റഷ്യയിൽ. എന്നാൽ ഇന്ന് രാത്രി തുറന്ന് കിടക്കുന്ന ഒരു കല്ലറയുണ്ട്. എവിടെ? പടിഞ്ഞാറെ പലസ്തീനിലെ ചെരുവിൽ അരിമത്തേക്കാരനായ യോസഫിന്റെ കല്ലറ 26 ഭാഷകളിൽ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. He is no more here because he is alive. അവൻ മരിച്ചവരിൽ ആദ്യബലക്കറ്റയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ 2026 IPA ചെന്നൈയോട് കൺവെൻഷൻ. ഇനി അവൻ വരുന്നത് കാനാവിലെ കല്യാണ വീട്ടിലല്ല, പച്ചവെള്ളത്തെ വീഞ്ഞാക്കാനല്ല, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി, കരമുയർത്തുന്നവർക്കായി. രണ്ടാമത് എൻ്റെ യേശു മധ്യാകാശത്തിൽ വരാൻ കാലമായി. ഇന്ന് രാത്രി പ്രഭാഷണത്തിന്റെ അവസാനം, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ സഭയെ കാക്ക്, ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ 10,000 പേർ സുന്ദരനായി യേശു മടങ്ങി വരാറായി.